അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അമാസൻസ് വേൾഡ്. ഇന്ന് ഞങ്ങൾ സൗദിയിൽ നടക്കുന്ന ഓറഞ്ച് ഫെസ്റ്റ്, റിയാദിലുള്ള ഹരീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് നടക്കുന്നത്. എല്ലാ വർഷവും ഒരു ആഴ്ചയാണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത്. ഇപ്പം ഡിസംബർ 31 മുതൽ ജാനുവരി 9 വരെയാണ് ഈ വർഷം. ഏകദേശം എല്ലാ വർഷവും ഈ ഒരു ഡേറ്റിന് തന്നെയാണ് ഇവിടെ നടക്കുക. പക്ഷേ ഈ പ്രാവശ്യം കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മീൻസ് കൊറോണ ആയതുകൊണ്ടുള്ളത്. മെയിനായിട്ടുള്ള ഒരു ഫാമുണ്ട്, അത് ക്ലോസ്ഡ് ആണ്. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫാമുകൾ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഓപ്പൺ ആണ് എന്ന് പറഞ്ഞത് കാരണമാണ് ഞങ്ങൾ പോകുന്നത്. കണ്ട പോലെ ബസ്സാക്കിയിട്ട് കുറച്ച് ഫാമിലീസ് ഒന്നിച്ചിട്ടാണ് പോകുന്നത്. ശരിക്കും ദമാമിന്ന് ഒരു 6.5 മണിക്കൂർ യാത്രയാണ് ഇവിടത്തേക്കുള്ളത്. പക്ഷേ ഞങ്ങൾ ബസ്സിലായത് കാരണം അതിനേക്കാൾ കുറച്ച് കൂടുതൽ ടൈം എടുത്തിട്ടുണ്ട്, സ്പീഡ് ലിമിറ്റൊക്കെ വെച്ചിട്ട്. ജുമയിൽ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഈവനിങ് ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഹരീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഫുള്ള് ഫാമാണ് ഈ ഏരിയ. ഇങ്ങനെ പോകുമ്പോൾ കുറേ ഫാമുകൾ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഇവിടെ ഫെസ്റ്റ് നടക്കുന്ന ഒരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഫസ്റ്റ് അങ്ങോട്ടേക്കാണ്, ആ ഒരു ലൊക്കേഷനിലേക്കാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ എന്ന് പറയുന്നത് നല്ല റഷായിരുന്നു. പിന്നെ അത്രയും ക്രൗഡ് കണ്ടപ്പോൾ പിന്നെ ഫസ്റ്റ് ഫാമിലേക്ക് പോവാമെന്ന് പറഞ്ഞ് പിന്നെ അവിടെ ഇറങ്ങാതെ ഫാമിലേക്ക് പോയി. ഫാമിലെത്തിയപ്പോൾ അവിടെയും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഫാമിലേക്കൊക്കെ ആൾക്കാരെ കയറ്റാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, കാരണം ഈ ഒരു കൊറോണ ഇഷ്യൂ കാരണം. എന്നാലും അത്യാവശ്യം നല്ല റഷ് തന്നെയാണ് എല്ലായിടത്തും. ആദ്യം അവർ കയറ്റാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ദമാമെന്ന് വരികയാണെന്നൊക്കെ പറഞ്ഞപ്പം കയറ്റി. ഇവിടുന്ന് ഓറഞ്ച് നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ജോലിക്കാർ തന്നെ പറിച്ച് തരുന്നുണ്ട്. നമുക്ക് ചോദിക്കുമ്പോഴൊക്കെ അവർ പറിച്ച് തരുന്നുണ്ട്. കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇവിടെ വരുന്ന വിസിറ്റേഴ്സ് കുറേ സ്വന്തമായിട്ട് പറിച്ചെടുത്ത് ബാഗിലൊക്കെ ഇട്ട് കവറിലൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അത് അവർക്ക് ഒരു മോശം ഒരു പരിപാടിയായിട്ട് അവർ കാണുന്നത്. അവർ ശരിക്കും അവരെന്നെ പറയുന്നുണ്ട്, പറിക്കുന്നവർ അവർ ചീത്ത പറയുന്നുണ്ട്. പക്ഷേ ആൾക്കാരത് ശ്രദ്ധിക്കുന്നില്ല, അവർ കൊടുക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഫാം നമ്മളൊക്കെ ഇങ്ങനെ കാണാൻ ഫ്രീ എൻട്രിയാണ്. അവർ എൻട്രി ഫീ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. പക്ഷേ അത് ആൾക്കാർ
ശ്രദ്ധിക്കാതെ ഇങ്ങനെ പറിച്ച് കുറേ നിലത്തിടുകയും കുറേ ബാഗിലിടുകയും കുറേ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചില ഫാമിലൊന്നും ഇപ്പം വിസിറ്റേഴ്സിനെ അലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് കുറേ ആൾക്കാർ കാണാൻ പറ്റാണ്ട് തിരിച്ചു പോയിട്ടുണ്ട്, വേറെ ഫാമിലൊക്കെ ദമാമിൽ നിന്നൊക്കെ വന്നവരൊക്കെ. അപ്പം അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ രണ്ടാമത് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. നല്ല റഷ് ഉണ്ടായിരുന്നു, പക്ഷെ എന്തായാലും ഇത്രയും ദൂരം വന്നതല്ലേ എന്നതുകൊണ്ട് ഒന്ന് ജസ്റ്റ് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ കയറിയതാണ്. ഇവിടെ ഓറഞ്ച് മാത്രമല്ല കുറേ സ്റ്റാളുകളുണ്ട്. ഓറഞ്ചിൻ്റെ സ്റ്റാള് ഒരു സൈഡിൽ അങ്ങനെ ഫുള്ളായിട്ടുണ്ട്. അതുകൂടാതെ വേറെയും കുറേ സ്റ്റാളും പിന്നെ സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളും അങ്ങനെയൊക്കെ എന്തായിട്ട് എന്തൊക്കെയോ പ്രോഗ്രാംസ് നടക്കുന്ന ഒരു സ്ഥലമാണിത്. മക്കളൊക്കെ വണ്ടിയിലിരുത്തിനാണ്, വലിയ ആൾക്കാർ മാത്രമാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളൂ. നല്ല റഷും ആയതുകൊണ്ട് പിന്നെ മക്കളെ ഇറക്കാനുള്ള ഒരു പേടി കാരണം അവരെ വണ്ടിയിൽ തന്നെ ഇരുത്തുകയാണ് ചെയ്തത്. കുറേ ഇതിലിങ്ങനെ ചുറ്റിക്കറങ്ങി. പിന്നെ ഒരാൾ അവിടെ നിന്നിട്ട് കുട്ടികളൊക്കെ വെൽക്കം ചെയ്ത് ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ അടുത്തേക്ക് പോയി. വെൽക്കം. കേരള 111 കേരള നമ്പർ 1 111 കേരള നമ്പർ 1. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.